Hello guys, welcome back to my channel Aniyanse. ഇന്നത്തെ ചെറിയൊരു വെറൈറ്റി ആയിട്ടുള്ള ടോപ്പിക് പറയാൻ തന്നെയാണ് ഞാൻ ഇരിക്കണേ. നിങ്ങൾ ആരെങ്കിലും ഈ ടൊററ്റ് സിൻഡ്രോമിനെ കുറിച്ചിട്ട് വല്ല ഐഡിയ ഉണ്ടോ? ഈ ടൊററ്റ് സിൻഡ്രോം എന്ന് പറയുന്നത് നമ്മൾ അറിയാണ്ട് നമ്മുടെ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗം ഇങ്ങനെ ഭയങ്കരമായിട്ട് അനങ്ങിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഷേക്ക് ചെയ്തോണ്ടിരിക്കുക, ചിലപ്പോൾ കണ്ണിങ്ങനെ ബ്ലിങ്ക് ചെയ്തോണ്ടിരിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഷോൾഡേഴ്സ് ഇങ്ങനെ എപ്പോഴും അനക്കിക്കൊണ്ടിരിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ കാലുകൾ എപ്പോഴും ഇങ്ങനെ അനക്കിക്കൊണ്ടിരിക്കുന്നതായിരിക്കാം. നമ്മൾക്ക് തന്നെ നമ്മളെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. മോസ്റ്റ് പ്രോബബ്ലി ചിലവർ സ്വയർ ചെയ്യും. പിന്നെ അതുപോലെ തന്നെ എന്താ പറയാ, നമ്മൾക്ക് ഭയങ്കര എന്താ പറയാ കാണുമ്പോൾ എന്താ പറയാ കുറച്ച് അബ്നോർമൽ ആയിട്ട് ബിഹേവ് ചെയ്യുന്നവരെയാണ് അവർക്കാണ് ഈ ടൊററ്റ് സിൻഡ്രോം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിൻഡ്രോം ഉണ്ടാവുക. ഈ ടൊററ്റ് സിൻഡ്രോം വെച്ചിട്ട് 18 വയസ്സായ ഒരു പെൺകുട്ടിയുടെ കഥയാണ് ഞാൻ ഇന്ന് പറയാൻ പോണേ. cece എന്ന് പറഞ്ഞിട്ടൊരു പെൺകുട്ടിയുടെ. ആളിപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട് കേട്ടോ. ആളെന്ന് പറയുന്നത് ജനിച്ചപ്പോഴേ തുടങ്ങി ആൾക്ക് ടൊററ്റ് സിൻഡ്രോം ആൾക്ക് പിടിപെട്ടിട്ടുണ്ട്. ആൾക്ക് ഇത് ആക്സെപ്റ്റ് ചെയ്യാനായിരുന്നു കുറച്ച് ബുദ്ധിമുട്ട്. അതുപോലെ തന്നെ ആൾ ആക്സെപ്റ്റ് ചെയ്തപ്പോൾ മറ്റുള്ളവർ അതുപോലെ തന്നെ ആക്സെപ്റ്റ് ചെയ്യാനും കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ആളുടെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആള് സംസാരിക്കുന്നതിന്റെ ഇടയ്ക്ക് തന്നെ വിസിലടിക്കും. അതുപോലെ തന്നെ ഇടയ്ക്ക് തന്നെ ഇങ്ങനെ ഒരു ഭയങ്കര എന്താ പറയാ മോശമായിട്ടുള്ള കുറച്ച് സൗണ്ടുകൾ ഉണ്ടാക്കും. അതുപോലെ തന്നെ ആൾ അത്യാവശ്യം നന്നായി തെറി വിളിക്കും ഇതിന്റെ ഇടയ്ക്കൂടെ. അപ്പൊ ഇതിന്റെ പ്രത്യേകത ഞാൻ പറഞ്ഞല്ലോ, നമ്മളറിയാണ്ട് നമ്മുടെ മനസ്സിൽ നിന്ന് വരുന്ന ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാം. നമുക്കത് ഒരിക്കലും കൺട്രോൾ ചെയ്യാനും പറ്റില്ല. ബാക്കിയുള്ളവർ കേൾക്കുമ്പോൾ തോന്നും എന്തോ ആള് മനഃപൂർവ്വം അങ്ങനെ ചെയ്യേണ്ടതാണ്. പക്ഷെ ഒരിക്കലും അങ്ങനെയല്ല കേട്ടോ. എങ്ങനെയുള്ളവരുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് അറിയാണ്ട് അൺനാച്ചുറൽ ആയിട്ട് എന്താ പറയാ ഭയങ്കര ഉള്ളിൽ നിന്ന് വരുന്നൊരു സംഭവമാണ്. ഒരിക്കലും അവര് എന്താ പറയാ വേണമെന്ന് വിചാരിച്ച് ചെയ്യുന്ന ഒരു സംഭവമേ അല്ല ഇത്. എന്താ പറയാ ഇത് സത്യമുള്ള അവസ്ഥയെന്ന് അറിയാൻ വേണ്ടിയിട്ട് ആള് സ്വന്തം ആളുടെ വീഡിയോസ്, ക്ലാസ് റൂമിൽ ഇരിക്കുന്ന വീഡിയോസ് സ്വയം എടുത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറെ ആൾക്കാർക്ക് ഇങ്ങനെ എന്താ ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ട്, അപ്പൊ ഇത് ശരിക്കും നടക്കുന്ന സംഭവമാണെന്ന് എനിക്ക് മുമ്പ് അറിയായിരുന്നു ഇങ്ങനത്തെ ഒരു സിൻഡ്രോമിനെ കുറിച്ചിട്ട്. പക്ഷെ ഞാനിത് വിചാരിച്ചു അവര് മനഃപൂർവ്വം ചെയ്യുന്നതായിരിക്കും, അല്ലാണ്ട് ഒന്നിലേക്ക് കുറെ ഫെയിം ഉണ്ടാക്കാൻ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണ്ടി മനഃപൂർവ്വം ചെയ്യാന്നായിരിക്കുന്നതാണ് ഞാൻ മുമ്പ് വിചാരിച്ചിട്ടുണ്ടായേ. പക്ഷെ ഇതിന്റെ സത്യാവസ്ഥ ഭയങ്കര ഭീകരാണെന്ന് ഞാൻ ഇത് കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അതായത് അവര് ഒട്ടും അറിയാണ്ട് ഇവരുടെ ഈ സിൻഡ്രോം എന്ന് പറയുന്നത് അതിപ്പോ പബ്ലിക് പ്ലേസ് ആണെങ്കിലും അവരുടെ പ്രൈവറ്റ് സ്പേസ് ആണെങ്കിൽ കൂടിയും അവർക്ക് ആ ഒരു സംഭവം ചെയ്യാണ്ട് അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു പ്രകടിപ്പിക്കാണ്ട് അവർക്കൊരു സമാധാനം കിട്ടിയില്ല. അപ്പൊ നമ്മുടെ ഈ cece എന്ന് പറയുന്ന പെൺകുച്ചി ഇപ്പൊ ഫോട്ടോഗ്രാഫിക്കാണ് പഠിച്ചുകൊണ്ടിരിക്കണേ. ആളിപ്പോ കോളേജിൽ ചെല്ലാണെങ്കിൽ കൂടി ആളിങ്ങനെ സൗണ്ടുകൾ ഉണ്ടാക്കും, അതുപോലെ സ്വെയർ ചെയ്യും. ടീച്ചേഴ്സിനൊക്കെ നന്നായിട്ട് അതുകൊണ്ട് അറിയാം ഇങ്ങനത്തെ ഒരു സിൻഡ്രോം ഉണ്ട്. അവര് ടീച്ചേഴ്സ് ഭയങ്കര സപ്പോർട്ടീവ് ആണ്, അല്ലാണ്ട് അവര് മാറ്റി നിർത്തുക അല്ലെങ്കിൽ പുറത്താക്കുക അങ്ങനെ ഇതെല്ലാം ചെയ്ത് ഇങ്ങനത്തെ ഒരു സിൻഡ്രോം ഉണ്ടെന്ന് ലോകം അറിയിക്കണം. അതുപോലെ ഇങ്ങനത്തെ ആൾക്കാർക്കും ഇവിടെ ചാൻസ് ഉണ്ട്, ഇങ്ങനത്തെ ആൾക്കാർക്കും ലിവ് ചെയ്യാം എന്നുള്ളൊരു കാര്യം കൂടിയിട്ടാണ് അവരിങ്ങനെ ഒരു കൊച്ചിനെ അവിടെ പഠിപ്പിക്കുന്നത് കൂടി. അവൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഭയങ്കര സ്ട്രെസ് ആകുമ്പോഴാണ് അവള് ഭയങ്കരമായിട്ട് മാറിക്കൊണ്ടിരിക്കുക. ലൈക്ക് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, നമുക്ക് മനസ്സിലാവില്ലേ, അവളെ പിടിച്ചെടുത്താൻ പറ്റില്ല. അതുപോലെ അവള് മാറിക്കൊണ്ടിരിക്കും. സ്വയർ ചെയ്യുക, പെട്ടെന്ന് തന്നെ വിസിൽ ചെയ്യുക, പെട്ടെന്ന് തന്നെ ഓരോ വൃത്തിയുടെ സൗണ്ടുകൾ ഉണ്ടാക്കാന്ന് പറയുമ്പോൾ ടീച്ചേഴ്സിനെ മനസ്സിലാക്കി അവളാകെ സ്ട്രെസ്ഫുൾ ആയിക്കൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലാവും. അപ്പൊ ഇങ്ങനത്തെ സിൻഡ്രോം ഉള്ളവരുടെ ഒക്കെ ഭയങ്കര ക്വൈറ്റ് നാച്ചുറൽ ആണ്. നമ്മൾ അവരെ അഡ്ജസ്റ്റ് ചെയ്യണം, നമ്മൾ അവരെ ആക്സെപ്റ്റ് ചെയ്യണം സൊസൈറ്റി. അല്ലാണ്ട് അവരെ മാറ്റി നിർത്തി അവരെ കളിയാക്കാൻ പോവേ, അല്ലാണ്ട് അവരെ കുറ്റം പറയാനോ നിൽക്കരുത്. ഇങ്ങനത്തെ സിൻഡ്രോം ഉള്ളവരെ അവരെയും കൂടി നമ്മൾ അംഗീകരിക്കണം. അതില് നമ്മുടെ cece പറയുന്ന ഒരു അത്യാവശ്യം നല്ല ക്യാച്ച് ചെയ്തിട്ടുള്ള ഡയലോഗ് ഉണ്ട്. യു ക്യാൻ സ്മൈൽ വിത്ത് us ബട്ട് യു ക്യാൻ നോട്ട് സ്മൈൽ അറ്റ് us എന്ന് പറയുന്നുണ്ട്. ആ ഡയലോഗ് ഭയങ്കര എനിക്ക് തോന്നുന്നു ഭയങ്കര സ്ട്രെസ്ഫുൾ ആണെന്ന്. കാരണം അവരുടെ കൂടെ ചിരിക്കാം നമുക്ക്, പക്ഷെ അവരെ നോക്കി ചിരിക്കരുതെന്നാണ് അവൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇങ്ങനത്തെ ആൾക്കാരും ഇതുപോലത്തെ സിൻഡ്രോം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരെ കുറിച്ച് കമന്റ് സെക്ഷനിൽ പറയാവുന്നതാണ്. അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു അനുഭവം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് സെക്ഷനിൽ പറയാവുന്നതാണ്. ഇതിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാം, അല്ലെങ്കിൽ ഇനി വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് കുറച്ച് റിസർച്ച് ഞാൻ ഇത് നടത്തി പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ അറിയിക്കുന്നതാണ്. ഞാൻ നമ്മുടെ ഒരു ചെറിയൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് എന്ത് എക്സ്ട്രീം എങ്ങനെയൊക്കെ ഇങ്ങനത്തെ ഒരു സിൻഡ്രോം എക്സ്ട്രീം ലെവലിലേക്ക് മാറാന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ഇതിന് ഈ വീഡിയോയിൽ കാണാൻ പറ്റും. Hey, stop it. My name's cece and I have Tourette syndrome. The biggest stereotype about people with Tourette syndrome is that they swear constantly. Only 10% of people have the swearing tics. My tics do quite often throw me off balance and make it really hard to walk because my head is constantly moving. The worst thing about having Tourette syndrome is how much pain it causes you physically, but also funny ones. So Tourette syndrome is a neurological condition, which means that our brain signals misfire, which causes involuntary movements and sounds called tics. I have motor and vocal tics, which
Motor tics are all the movements, and vocal tics are all the sounds. It's very painful to be constantly moving and constantly like shouting and things like that. So what happens if I have a substitute teacher? I started posting about my Tourette's online in October 2020. I want to order a McCurry. Very, very good. £1 fish. I set up my camera in my classroom at college and just started recording my tics. No. And I posted it, and I think it got about 10,000 views in the first hour. I realised that actually this is something people... Since last December I've been losing my eyesight, but it isn't related to the Tourette's. So these are steroids, which at the moment are because of my sight loss rather than the Tourette's. Unfortunately, one of the side effects is that it makes my face swell up. So they're helping to keep the inflammation down so I don't lose any more sight. This is a liquid level indicator. So it tells me when the glass is about to get too full so I don't be in a straight line. Being visually impaired affects my Tourette's because I found that now I can't see as much. I don't tend to tic offensive things about people, so it's actually quite handy. People in public tend to stare a lot. I tend to just ignore people when they try and treat me differently because at the end of the day, even if they're being judgmental, I still have to live with the symptoms. So guys, we're going to carry on with what we've been doing over the last couple of weeks, looking into our darkroom work and our work on zines. My tutors and my classmates are amazing about my tics. They know when it's appropriate to reply to them and when it isn't. They can also tell when I'm getting stressed out about it, so they can help me calm down. My Tourette's definitely impacts the way I use a computer because quite often I'll hit the keyboard or delete things that I'm not meant to delete or so we've open had that tabs I times. can't. We've had that a few times, Yeah. haven't we? We're like, oh no, delete that or close that, don't undo and things, yeah. The most unusual thing I think I've heard is... Nice Derry. There you go, that's probably one of them. That just pops out. An elephant never forgets. One of the really common misconceptions about Tourette's is that it's just swearing. Actually, only 10% of people with Tourette's syndrome have coprolalia, which is the swearing tic. I've got drugs in my bag. I think a lot of people make generalisations about me because of my tics. People assume that I'm really confident and outgoing because I'm just constantly shouting, but actually I have a lot of anxiety over it and it definitely gets into your head a lot. I really hope for Cece's future that she carries on making more and more people aware of her Tourette's and what Tourette's are and things. പറ്റുന്നതാണ്. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്തെങ്കിലും പറയണമെങ്കിൽ കമന്റ് സെക്ഷനിൽ അറിയിക്കുക. ബൈ മൈസെൽഫ് ഹിം.